ഹായ്, ഹലോ. അപ്പൊ ദാ ഞാനിന്ന് എന്റെ ചെടീനൊക്കെ കുളിപ്പിക്കാണ് ട്ടോ. ഇന്നെല്ലാ പോട്ടും എടുത്ത് കൊണ്ടുവന്ന് ഇതിനൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി നല്ല വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ എടുത്ത് വെക്കാന്ന് വിചാരിച്ചു. ഞാന് ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അഥവാ ഒരാഴ്ച കിട്ടിയില്ലെങ്കിൽ ഒരു 10 ദിവസം ചില നേരം ചെയ്യാറുണ്ട്. അപ്പൊ ഇതിങ്ങനെ നമ്മള് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്ന നല്ലതാട്ടോ. ചെടിക്ക് നല്ല ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളമെല്ലാം മാറ്റി ചെടീനൊക്കെ ഒന്ന് കഴുകി നീറ്റാക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള ഈ ചെടികളൊക്കെ നമ്മൾ വീട്ടിനുള്ളിൽ വെക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ. ഇപ്പം മണി പ്ലാന്റ് ആയാലും മറ്റുള്ള ചെടികളായാലും ഉള്ളിൽ നമുക്ക് വെക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇത് ഒന്ന് ചെയ്ത് കൊടുത്താൽ എപ്പോഴും നല്ലതാണ്. അതേമാതിരി പോട്ടെല്ലാം ഞാൻ എല്ലാം ഒന്ന് തേച്ചെല്ലാം കഴുകി അതെല്ലാം നല്ല തുടച്ച് ഒന്ന് നീറ്റാക്കും. ഞാനത് വൈകുന്നേരം ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒന്ന് വെള്ളമെല്ലാം മഴയല്ലേ, അപ്പോൾ എനിക്ക് വെയിലത്ത് വെക്കാൻ പറ്റിയില്ല ഈ പോട്ടെല്ലാം. നമ്മളിപ്പോൾ കഴുകി വെച്ചല്ലോ. അപ്പോൾ ഞാൻ ടേബിളിൻ്റെ മേലെ തന്നെ വെച്ചെല്ലാം ഉണക്കി അതിന് ശേഷം ഇപ്പം രാത്രിയാണ് ഞാൻ ഈ ചെടിയൊക്കെ നമ്മൾ ടേബിളിൽ നിന്ന് എടുക്കണമല്ലോ ഫുഡ് കഴിക്കുന്നതിനേക്കാൾ മുമ്പ്. അപ്പോൾ ചെടി എല്ലാം പോട്ടെല്ലാം ഞാൻ തൂക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാനിതെല്ലാം തൂക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ചെടി ഉണ്ടായാൽ നമുക്ക് ഒരു അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലേ. നമ്മളിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ ജോലിൻ്റെ ഇടയിൽ ഇപ്പം നമുക്ക് അതുപോലെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞ് ആ ചെടീനെ ഒരു നീറ്റാക്കി ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്തോ മനസ്സിനൊരു സന്തോഷമുണ്ട്. എനിക്കിതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചെടീനോടെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിത് ഭയങ്കര ഉപകാരമുള്ള സംഭവം ട്ടോ. ഈ ചെറിയ കുഞ്ഞി ലാഡർ ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചതാണ് ട്ടോ. അത് എത്ര 850 അങ്ങനെയൊക്കെ ഉള്ളു. പക്ഷേ എല്ലാ സംഭവം നല്ലൊരു ഉപകാരമുള്ളതാണ്. നമുക്കിപ്പോൾ എന്തിനായാലും കയറാൻ ഇപ്പോൾ കിച്ചണിലാണ് ഇത് വെക്കുക. ഒരു ഇരിക്കാനായാലും നമ്മൾ കിച്ചണിലെ റാക്കിൻ്റെ മേലെ നിന്നെല്ലാം എന്തെങ്കിലും എടുക്കാനായാലും എല്ലാത്തിനും ഒരു ചെടി ഒരു പോട്ടെല്ലാം അവിടുന്ന് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ തൂക്കണമെങ്കിലോ എന്തിനായാലും നല്ലൊരു ഉപകാരമുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഇതാ നമ്മൾ പുറത്ത് ചെടിയൊക്കെ തൂക്കുന്നുണ്ട്. പിന്നെ രാത്രി ആയതല്ലേ, അപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കുന്നതാണ്. എനിക്ക് ആദ്യമേ ഇഷ്ടമാണ് ഇങ്ങനെ ചെടി ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പുറത്ത് പോയി കഴിഞ്ഞാലും ചെടിയൊക്കെ കാണുമ്പോൾ വാങ്ങിക്കും ട്ടോ. ഒരുപാട് വാങ്ങിക്കും ചെടി. അപ്പം നമ്മളിത് അതേമാതിരി പുറത്തും ഞാൻ കുറേ വെച്ചിട്ടുണ്ട് ചെടി. അപ്പൊ ഇങ്ങനെ എല്ലാരും പറയും എല്ലാം കൂടെ നോക്കാൻ കഴിയോ, അകത്തും പുറത്തും ചെടി മാത്രല്ല എല്ലാം കൂടെ ഇങ്ങനെ നോക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു അതൊന്നും സാരില്ല, നമുക്ക് ഒഴിവുള്ള ടൈമില് ഇപ്പൊ ഞാനിവിടെ യോഗ ക്ലാസ്സിലും എല്ലാം പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ രാമായണം വായിക്കാനും എല്ലാം ഉണ്ടാവുമല്ലോ, കർക്കിടക മാസമല്ലേ. അപ്പൊ അതും നമ്മളെ വീട്ടിലത്തെ എല്ലാം കൂടെ അങ്ങനെ നോക്കി വരുമ്പോഴത്തേക്ക് എനിക്ക് ടൈം കിട്ടുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പൊ പിന്നെ ഞാൻ ഉള്ള സമയത്ത് ഞാൻ എന്തായാലും എനിക്ക് എല്ലാം നീറ്റാക്കി കൊണ്ട് നിക്കണം. അതിപ്പോ വീടായി, പരിസരമായി, ഒരു ചെടിയായി, വേറെ എന്തെങ്കിലുമായി, അത് എല്ലാം നീറ്റായി കാണുമ്പോഴാണ് എൻ്റെ മനസ്സിനൊരു സന്തോഷം. അത് എന്തെങ്കിലും ഒരു അലങ്കോലമായിട്ട് കിടക്കുമ്പോ അല്ലിപ്പോ ഒരു മാറാലായി എന്തേപ്പോ ഒരു പൊടി എവിടെയെങ്കിലും കണ്ടാൽ മതി, അപ്പൊ എൻ്റെ മനസ്സിലാകെ ഒരു ചടച്ചമായിരുണ്ടാവും. എനിക്കത് ഒന്ന് നീറ്റാക്കണം. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.